ഹായ് എവരിവൺ, ഞാനിന്ന് എൻ്റെ വാഹനത്തിൻ്റെ 4 ടയറുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ചേഞ്ച് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, വാഹനം വാങ്ങിച്ച സമയത്തുണ്ടായിരുന്ന 4 ഗുഡിയറിൻ്റെ സ്റ്റോക്ക് ടയേഴ്സാണ് അതിൽ കിടന്നിരുന്നത്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ 30,000+ കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് 4 ടയറുകളും ചേഞ്ച് ചെയ്തത്. ഇപ്പം ഞാൻ നിലവിൽ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തത് മിഷ്ലിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ XM2+ എന്ന് പറയുന്ന വേരിയൻ്റാണ്. അത് ഞാൻ ഒരുപാട് ഷോപ്സിൽ കമ്പയർ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായി ഏറ്റവും റീസണബിളായിട്ട് കോട്ട് ചെയ്യുന്ന DBS ടയർ എന്ന് പറയുന്ന ഷോപ്പിലാണ്, എറണാകുളം ജില്ലയിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അവിടെ പോയി എടുത്തത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, ഒരു ഇൻഫർമേഷൻ എനിക്ക് ഇന്നാണ് അറിയാൻ സാധിച്ചത്. പലർക്കും ഒരുപക്ഷെ അറിയായിരിക്കും. നമ്മുടെ ടയറിൻ്റെ സൈഡിൽ ആയിട്ട് അതിൻ്റെ മാനുഫാക്ചറിങ് ഇയറും അതുപോലെ ഏതാഴ്ചയിലാണ്, ഒരു വർഷത്തിൽ ഏതാഴ്ചയിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് എന്നുള്ള ഡീറ്റെയിൽ ഉണ്ടാവും. ഇപ്പോൾ 23-26 എന്ന് പറയുന്നത് 2026 വർഷത്തിലെ 23 ആഴ്ചയിൽ മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ടയറാണെന്നുള്ള ഡീറ്റെയിലാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു ഷോപ്പിൽ നിന്ന് അത്യാവശ്യം റീസണബിളായിട്ടൊരു റേറ്റ്, ഓൾമോസ്റ്റ് സെയിം റേറ്റ് തന്നെ പറഞ്ഞു. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് അറിയാൻ സാധിച്ചത്, അവരുടെ അടുത്ത് സീരീസിൻ്റെ ഡീറ്റെയിൽ എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് 2024 അതിൻ്റെ ഇയർ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്നും നമ്മളറിയാതെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് നഷ്ടം അല്ലെങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെട്ടേക്കാം. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ആരും പോകരുതെന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. താങ്ക് യു.